ഈ ലെവൽ 11 നിങ്ങൾ നോക്കുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പറയാൻ വരുന്നത്, ആരാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് എല്ലാം അയക്കുന്നത്, ഇത് നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ലെവൽ 11 നോക്കുന്നുവെങ്കിൽ യു ആർ വെരി ലക്കി പേഴ്സൺ. ഇത് വെച്ച് നിങ്ങൾക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ടിപ്സ് വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയുന്നുണ്ട്. ഏഞ്ചൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ, അതായത് ഒരേ പാറ്റേണിലുള്ള ഒരു നമ്പർ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. അതായത് 1 1 2 2 3 3 4 4 5 5, അതുപോലെ 10 10 12 12 9 9 ഇങ്ങനെ വരുന്നതാണ് ഈ ഏഞ്ചൽ നമ്പേഴ്സ്. നമുക്ക് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൽ കാണാൻ കഴിയും, നമ്മുടെ മൊബൈലിൽ ടൈം കാണിക്കുമ്പോൾ കാണാൻ പറ്റും. അതുപോലെ ഈ റെസിപ്റ്റ്സ്, നോട്ട്, നമ്മുടെ പൈസയുടെ നോട്ടിലൊക്കെ കാണാൻ കഴിയും. നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിലെ ലൈക്സ്, കമൻറ്റ്സ്, ഇതിലൊക്കെ നമുക്ക് ഏഞ്ചൽ നമ്പേഴ്സ് കാണാൻ കഴിയും. ഈ ഏഞ്ചൽ നമ്പറിനെ നിങ്ങൾക്കായി അയക്കുന്നത് ആരെന്ന് വെച്ചാൽ ഒരു ഹയർ സെൽഫ്, ഒരു ഗാർഡിയൻ ഏഞ്ചൽ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഈശ്വരനായിരിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിരിക്കാം. ഒരു നല്ല ന്യൂസ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഏഞ്ചൽ നമ്പേഴ്സ് മുഖേന നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ന്യൂമറോളജി പറയുന്നതെന്ന് വെച്ചാൽ 1 എന്ന് പറഞ്ഞാൽ പോസിറ്റിവിറ്റി, ഇൻഡിപെൻഡൻസ്, അതുപോലെ തൻ്റെ ഐഡൻറ്റിറ്റി ഈ ലോകത്തിന് മുമ്പിൽ കാണിക്കാനുള്ള ആ ഒരു വ്യഗ്രത, ഇതെല്ലാം ചേർന്നതാണ് ഈ 1 എന്ന് പറയുന്നത്. നിങ്ങൾ 11 11 4 1 നോക്കുന്ന നിങ്ങളുടെ എനർജി എത്ര വൈബ്രൻ്റ് ആയിരിക്കുന്നു എന്ന് നോക്കുക. 11 11 മുഖേന നിങ്ങളോട് പറയുന്ന മെസ്സേജ് എന്തെന്ന് വെച്ചാൽ നമ്പർ 1, ന്യൂ ബിഗിനിങ്സ്. സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഈ പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായി മാറാൻ പോകുന്നു എന്നതാണ് നമ്പർ 1. നമ്പർ 2, നിങ്ങൾ ഏത് വിഷയമാണോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ പോലെ പറയുന്നതാണ് 11 11. അതുകൊണ്ടാണ് നിങ്ങൾ അടിക്കടി 11 11 കാണുന്നത്. നിങ്ങൾ വിചാരിക്കും നമ്മൾ എത്രയായി ഈ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന്. എന്നാൽ അത് വളരെ വേഗം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ ഇൻഡിക്കേഷനാണ് ഈ 11 11 കാണുന്നത്. നമ്പർ 3, കണക്ഷൻ വിത്ത് ഹയർ സെൽഫ്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചത്തോടോ ഈശ്വരനോടോ നിങ്ങൾ അലൈനായി കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ വഴി നടത്താൻ തുടങ്ങി എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഈ 11 11 കാണുന്നത്. നമ്പർ 4, ആൻസേഴ്സ്. നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഇരുന്നിട്ടേയിരിക്കും, അതിൻ്റെ ആൻസർ അറിയണമെന്ന് നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. മേ ബി ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം, ഒരു റീയൂണിയൻ്റെ കാര്യത്തിലായിരിക്കാം, മേ ബി ഒരു കരിയറിൻ്റെ കാര്യത്തിലായിരിക്കാം, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അതിന് നിങ്ങൾക്കൊരു ആൻസർ കിട്ടാൻ പോകുന്നു എന്നതിനെ കാണിക്കാൻ വേണ്ടി കൂടെ ഈ 11 11 നിങ്ങൾ കാണുന്നതാണ്. നമ്പർ 5, അബണ്ടൻസ്. നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ്, മണി, കരിയർ എന്തിലാണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതുവഴി നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യവും വരാൻ പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി കൂടി ആണ് ഈ 11 11 നിങ്ങൾ കാണുന്നത്. 6, സ്പിരിച്വൽ ഗ്രോത്ത്. നിങ്ങൾക്കുള്ളിലേക്ക് നോക്കാൻ തുടങ്ങും. നിങ്ങൾക്കുള്ളിൽ എന്താണ് മാറ്റങ്ങൾ ഞാൻ വരുത്തേണ്ടത്, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ കുറേ ക്വസ്റ്റ്യനുമായി നിങ്ങൾക്കുള്ളിലേക്ക് നിങ്ങൾ നോക്കാൻ തുടങ്ങുമ്പോഴും കൂടെയാണ് നിങ്ങൾ ഒരു സ്പിരിച്വൽ ഗ്രോത്തിലാണ് പോകുന്നത്, നിങ്ങളുടെ ശരിയായ രീതിയിൽ തന്നെയാണ് പോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് 11 11 കാണിക്കുന്നത്. നമ്പർ 7 പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. നമ്പർ 7, ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങളുടെ ലൈഫിൽ എന്താകണമെന്ന്, എന്ത് ലഭിക്കണമെന്ന് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അതിനുള്ള അവസരങ്ങൾ ധാരാളം വരാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഈ 11 11 കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നുവോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവസരങ്ങൾ വന്നോ എന്ന് ചെക്ക് ചെയ്യുക. ധാരാളം അവസരം നിങ്ങളെ തേടി എത്തും. നിങ്ങൾ ഏതെല്ലാം ഏഞ്ചൽ നമ്പറാണ് കാണുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റായിട്ട് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഈ ഏഞ്ചൽ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അടുത്ത് ഈ 11 11 കാണുമ്പോൾ നിങ്ങൾ എന്തെല്ലാമാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്പർ 1, ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഈശ്വരനായാലും ഗാർഡിയൻ ഏഞ്ചലായാലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ നയിക്കാൻ വേണ്ടി ഒരു മെസ്സേജ് കൊണ്ടുതരികയാണ്. നിങ്ങൾ തീർച്ചയായും നന്ദി പറയേണ്ടതാണ്. ഇതിന് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞു തുടങ്ങുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾക്ക് നന്ദി പറയേണ്ട സിറ്റുവേഷൻസ് ഈ യൂണിവേഴ്സ് കൊണ്ടുതരുന്നതാണ്. നമ്പർ 2, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ വർദ്ധിപ്പിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ചെറിയ ചെറിയ മെഡിറ്റേഷൻസ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്പർ 3, ടേക്ക് എ ആക്ഷൻ. നിങ്ങൾ ഈ ഏഞ്ചൽ നമ്പർ കാണുമ്പോഴെല്ലാം നിങ്ങൾ എന്ത് ഗോളിന് വേണ്ടിയാണോ, എന്തിനു വേണ്ടിയാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിനുവേണ്ടി ഒരു ചെറിയ ആക്ഷനെങ്കിലും എടുക്കാൻ തയ്യാറാവുക. നമ്പർ 4, അഫർമേഷൻ പറയുക. നിങ്ങൾ എന്ത് ഗോളിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുവോ അത് പ്രസൻറ്റ് ടെൻസിൽ നടന്നതായിട്ട് അഫർമേഷൻ പറയുക. നമ്പർ 5, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലെറ്റ് ഗോ ചെയ്യുക. വളരെ കഷ്ടമായിട്ടുള്ളതും ഇത് തന്നെയാണ്. ഇത് തീർച്ചയായും ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ ഡിലേ ആവാനും നടക്കാതെ പോകാനും വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ മാനിഫെസ്റ്റേഷൻ നടക്കുമോ എപ്പോൾ നടക്കും എന്ന് നിങ്ങളിങ്ങനെ വറി ചെയ്യാതെ ഇത് തീർച്ചയായിട്ടും എനിക്ക് നടക്കുമെന്ന കോൺഫിഡൻറ്റോടെ ലെറ്റ് ഗോ ചെയ്യുക.
അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു യൂണിവേഴ്സ്.